കേരള നിയമസഭയുടെ ചരിത്രത്തിൽ സമാനതകളില്ലാത്ത രാഷ്ട്രീയ പോരാട്ടങ്ങൾക്കാണ് 2026 ജൂൺ മാസം സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തിന്റെ ഭരണസിരാ കേന്ദ്രത്തിൽ നടക്കുന്ന ഈ അധികാര വടംവലി കേവലം രാഷ്ട്രീയ ആരോപണ പ്രത്യാരോപണങ്ങൾക്കപ്പുറം നിയമനിർമ്മാണ സഭയുടെ ചട്ടക്കൂടുകളെയും പാർലമെന്ററി മര്യാദകളെയും വീണ്ടും ചർച്ചകളിലേക്ക് കൊണ്ടുവരുന്നു. ഭരണപ്രതിപക്ഷ നിരകളിലെ ശക്തരായ നേതാക്കൾ നേർക്കുനേർ വരുമ്പോൾ രൂപപ്പെടുന്ന രാഷ്ട്രീയ സമവാക്യങ്ങൾ കേരളത്തിന്റെ ജനാധിപത്യ ബോധത്തെ പുനർനിർവചിക്കുന്ന ഒന്നായി മാറുകയാണ്. കേരള രാഷ്ട്രീയത്തിലെ അധികാര സമവാക്യങ്ങൾ മാറ്റിമറിക്കപ്പെട്ട ഈ കാലഘട്ടത്തിൽ മുഖ്യമന്ത്രി വി.ഡി. സതീശനും പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും തമ്മിലുള്ള നിയമസഭയിലെ വാക്പോരുകൾ അതീവ താല്പര്യത്തോടെയാണ് രാഷ്ട്രീയ നിരീക്ഷകർ വീക്ഷിക്കുന്നത്. ദീർഘകാലം ഭരണ നേതൃത്വത്തിലിരുന്ന ഒരു കമ്മ്യൂണിസ്റ്റ് സാരഥി പ്രതിപക്ഷത്തിന്റെ പടത്തലവനായി നിൽക്കുമ്പോൾ ഉയർത്തുന്ന ഭരണഘടനാപരമായ ചോദ്യങ്ങളും അതിനെ ചട്ടങ്ങളുടെ പിൻബലത്തോടെ പ്രതിരോധിക്കുന്ന പുതിയ ഭരണ നേതൃത്വവും സഭയ്ക്കുള്ളിൽ സൃഷ്ടിക്കുന്നത് തീപാറുന്ന അന്തരീക്ഷമാണ്. ഈ വേഷപ്പകർച്ചകൾ സഭയിലെ ചർച്ചകളുടെ നിലവാരത്തെയും രാഷ്ട്രീയ തന്ത്രങ്ങളെയും വലിയ രീതിയിൽ സ്വാധീനിച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ നികുതി ഇളവുമായി ബന്ധപ്പെട്ട നയപരമായ തീരുമാനമാണ് നിലവിലെ വലിയ തർക്കങ്ങൾക്ക് ആധാരമായി നിൽക്കുന്നത്. സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും ഇത്തരമൊരു നികുതി ഇളവ് നൽകാൻ സർക്കാർ കാണിച്ച താല്പര്യത്തിനു പിന്നിൽ വ്യക്തമായ അജണ്ടകൾ ഉണ്ടെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത്. എന്നാൽ വ്യവസായ മേഖലയ്ക്കും കാർഷിക ഉൽപ്പന്നങ്ങളുടെ മൂല്യവർദ്ധനവിനും ഉതകുന്ന ദീർഘവീക്ഷണത്തോടെയുള്ള നയമാണിതെന്നാണ് സർക്കാരിന്റെ ഔദ്യോഗിക വിശദീകരണം. കർണാടക ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന പ്രമുഖ ആഗോള മദ്യ കമ്പനിയായ ബെക്കാഡിക്ക് വൻതോതിൽ അമിത ലാഭം കൊയ്യാൻ വേണ്ടിയാണ് ബജറ്റിൽ ഈ നികുതി നിർദ്ദേശം തിരികെ കയറ്റിയതെന്ന പ്രതിപക്ഷ നേതാവിന്റെ ആരോപണം ഭരണപക്ഷത്തെ പ്രകോപിപ്പിച്ചു. ബജറ്റ് ഷെഡ്യൂളിൽ പ്രാഥമികമായി ആലോചിക്കാത്ത ഒരു വിഷയം പെട്ടെന്ന് ഉൾപ്പെടുത്തിയതിനു പിന്നിൽ വലിയ അഴിമതിയുണ്ടെന്ന് പിണറായി വിജയൻ നിയമസഭയിൽ കടുത്ത ഭാഷയിൽ ആഞ്ഞടിച്ചു. ഈ ആരോപണം സർക്കാരിന്റെ സുതാര്യതയ്ക്ക് മേൽ നിഴൽ വീഴ്ത്താൻ ലക്ഷ്യമിട്ടിട്ടുള്ള കൃത്യമായ രാഷ്ട്രീയ നീക്കമായിരുന്നു. സാധാരണഗതിയിൽ ബജറ്റ് നിർദ്ദേശങ്ങൾ തയ്യാറാക്കുമ്പോൾ പാലിക്കേണ്ട അതീവ രഹസ്യ സ്വഭാവവും കൃത്യതയും ഈ തീരുമാനത്തിൽ ലംഘിക്കപ്പെട്ടു എന്നാണ് പ്രതിപക്ഷത്തിന്റെ മുഖ്യ ആക്ഷേപം. ഒരു കോർപ്പറേറ്റ് കമ്പനിയുടെ താല്പര്യങ്ങൾക്ക് വഴങ്ങി സംസ്ഥാനത്തിന്റെ നികുതി വരുമാനത്തിൽ ഇളവ് വരുത്തിയത് ജനാധിപത്യ വിരുദ്ധമാണെന്ന് പ്രതിപക്ഷം വാദിക്കുന്നു. ഈ നയപരമായ മാറ്റം വഴി ഖജനാവിന് ലഭിക്കേണ്ട കോടിക്കണക്കിന് രൂപയുടെ വരുമാന നഷ്ടം പൊതുജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിക്കപ്പെടുകയാണെന്നും അവർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ പ്രതിപക്ഷ നേതാവിന്റെ ഈ കടന്നാക്രമണത്തെ ഒട്ടും സമയം കളയാതെ സഭയ്ക്കുള്ളിൽ വെച്ച് തന്നെ നേരിടാനാണ് മുഖ്യമന്ത്രി വി.ഡി. സതീശനും ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയും തീരുമാനിച്ചത്. അടിയന്തര പ്രമേയ നോട്ടീസിലോ മുൻകൂട്ടി നൽകിയ വിവരങ്ങളിലോ ഇല്ലാത്ത ഒരു വിഷയം സഭയിൽ ഉന്നയിച്ച് സർക്കാരിനെ പ്രതിക്കൂട്ടിലാക്കാൻ അനുവദിക്കില്ലെന്ന് അവർ വ്യക്തമാക്കി. പ്രതിപക്ഷത്തിന്റെ ഈ നീക്കം രാഷ്ട്രീയ പ്രേരിതവും സഭയുടെ അന്തസ്സിന് നിരക്കാത്തതുമാണെന്ന് ഭരണപക്ഷം ഒരേ സ്വരത്തിൽ കുറ്റപ്പെടുത്തി. നിയമസഭാ ചട്ടങ്ങൾ പ്രകാരം ഒരു വ്യക്തിക്കോ കമ്പനിക്കോ എതിരെ ഔദ്യോഗികമായി നോട്ടീസ് നൽകാതെ അഴിമതി ആരോപണം ഉന്നയിക്കുന്നത് പൂർണ്ണമായും ചട്ടവിരുദ്ധമാണെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല സഭയിൽ ചൂണ്ടിക്കാട്ടി. പാർലമെന്ററി സമ്പ്രദായങ്ങളുടെ അടിസ്ഥാന ശിലകളെ തകർക്കുന്ന ഇത്തരം ആരോപണങ്ങൾ ഒരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കാൻ കഴിയില്ലെന്ന് അദ്ദേഹം വാദിച്ചു. അതുകൊണ്ട് തന്നെ പ്രതിപക്ഷ നേതാവ് നടത്തിയ വിവാദ പരാമർശങ്ങൾ സഭാരേഖകളിൽ നിന്ന് അടിയന്തരമായി നീക്കം ചെയ്യണമെന്ന ആവശ്യത്തിൽ ഭരണപക്ഷം ഉറച്ചു നിന്നു. ഒരു പ്രതിപക്ഷ നേതാവിന്റെ സഭാ പ്രസംഗത്തിലെ പ്രധാന ഭാഗങ്ങൾ രേഖകളിൽ നിന്ന് നീക്കം ചെയ്യുക എന്നത് ജനാധിപത്യ വ്യവസ്ഥയിൽ അതീവ ഗൗരവമുള്ളൊരു നടപടിയാണ്. ഇത് ഭരണകൂടത്തിന്റെ അസഹിഷ്ണുതയാണെന്ന് പ്രതിപക്ഷം ആരോപിക്കുമ്പോൾ സഭയിലെ ചട്ടങ്ങളും മാന്യതയും സംരക്ഷിക്കാനുള്ള നിയമപരമായ ബാധ്യത മാത്രമാണിതെന്നാണ് ഭരണപക്ഷത്തിന്റെ നിലപാട്. ഈ സങ്കീർണമായ നിയമപ്രശ്നം ഭരണഘടനാ വിദഗ്ധർക്കിടയിലും വലിയൊരു സംവാദത്തിന് വഴി തുറന്നിരിക്കുകയാണ്. ഭരണ പ്രതിപക്ഷ പോരാട്ടം മുറുകിയതോടെ വിഷയം സഭയെ നിയന്ത്രിക്കുന്ന സ്പീക്കർ തിരുവഞ്ചൂർ രാധാകൃഷ്ണന്റെ മുന്നിലേക്ക് എത്തിച്ചേർത്തു. ഉയർന്നു വന്ന ചട്ടപരമായ ചോദ്യങ്ങളും ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങളുടെ സ്വഭാവവും വിശദമായി പരിശോധിക്കുമെന്നും ചട്ടലംഘനം ബോധ്യപ്പെട്ടാൽ ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നാണ് സ്പീക്കർ സഭയ്ക്ക് നൽകിയ മറുപടി. സ്പീക്കറുടെ ഈ നയതന്ത്രപരമായ സമീപനം സഭയിലെ താൽക്കാലിക സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തിയെങ്കിലും തർക്കം ഇപ്പോഴും സജീവമായി തുടരുന്നു. കേരളത്തിന്റെ സാമ്പത്തിക അടിത്തറയിൽ മദ്യത്തിൽ നിന്നുള്ള നികുതി വരുമാനം വലിയൊരു പങ്ക് വഹിക്കുന്നുണ്ട് എന്ന യാഥാർത്ഥ്യം നിലനിൽക്കെ ഇത്തരം നികുതി നയങ്ങളിലെ മാറ്റങ്ങൾ അതീവ പ്രാധാന്യത്തോടെ വേണം ജനങ്ങൾ വീക്ഷിക്കാൻ. വീര്യം കുറഞ്ഞ മദ്യത്തിന്റെ പ്രോത്സാഹനം വഴി ലഹരി ഉപയോഗത്തിന്റെ തീവ്രത കുറയ്ക്കുക എന്ന നയപരമായ ലക്ഷ്യമാണോ അതോ കോർപ്പറേറ്റ് പ്രീണനമാണോ ഇതിന് പിന്നിലെന്നത് ആഴത്തിൽ വിശകലനം ചെയ്യപ്പെടേണ്ടതുണ്ട്. പൊതുജനാരോഗ്യം സംസ്ഥാന ഖജനാവും തമ്മിലുള്ള ഈ തുലനം എപ്പോഴും കടുത്ത രാഷ്ട്രീയ പരീക്ഷണങ്ങൾക്ക് വിധേയമാകാറുണ്ട്. ഈ നിയമസഭാ തർക്കം കേവലം സഭയ്ക്കുള്ളിൽ ഒതുങ്ങുന്ന ഒന്നല്ല, മറിച്ച് ഡിജിറ്റൽ മാധ്യമങ്ങളിലൂടെയും വാർത്താ ചാനലുകളിലൂടെയും
പൊതുസമൂഹത്തിലേക്ക് വൻതോതിൽ പ്രചരിപ്പിക്കപ്പെടുന്നുണ്ട്. ഇരുപക്ഷത്തെയും അനുകൂലിക്കുന്ന സൈബർ അണികൾ ഈ വിഷയത്തെ തങ്ങളുടെ രാഷ്ട്രീയ ലാഭത്തിനായി സമാന്തരമായി ചർച്ചയാക്കുന്നു. മാധ്യമങ്ങളിലെ ഈ വാക്പോരുകൾ പൊതുജനങ്ങളുടെ രാഷ്ട്രീയ ധാരണകളെ സ്വാധീനിക്കുന്നതിൽ വലിയ പങ്ക് വഹിക്കുന്നുണ്ട്. വരാനിരിക്കുന്ന പ്രാദേശിക തെരഞ്ഞെടുപ്പുകളുടെയും രാഷ്ട്രീയ പുനർക്രമീകരണങ്ങളുടെയും പശ്ചാത്തലത്തിൽ ഈ വിവാദം വരും ദിവസങ്ങളിൽ കൂടുതൽ ശക്തമാകാനാണ് സാധ്യത. ഭരണവിരുദ്ധ വികാരം വോട്ടാക്കി മാറ്റാൻ പ്രതിപക്ഷം ഈ അഴിമതി ആരോപണത്തെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ വികസന നയങ്ങളുടെ സുതാര്യത ഉയർത്തിക്കാട്ടി അതിനെ പ്രതിരോധിക്കാനാണ് ഭരണമുന്നണി തന്ത്രങ്ങൾ മെനയുന്നത്. ഈ രാഷ്ട്രീയ മത്സരം കേരളത്തിലെ വോട്ടർമാർക്കിടയിൽ വലിയ ചലനങ്ങൾ സൃഷ്ടിക്കും. ജനാധിപത്യ പ്രക്രിയയുടെ ഏറ്റവും വലിയ കരുത്ത് എന്നത് ഭരണകൂടത്തിന്റെ സുതാര്യതയും സ്ഥാപനപരമായ ഉത്തരവാദിത്വവുമാണ്. സഭയിൽ ഉയർന്ന ഏത് അഴിമതി ആരോപണവും കൃത്യമായ തെളിവുകളുടെ അടിസ്ഥാനത്തിലായിരിക്കണം എന്നതുപോലെ തന്നെ ഉയർന്നു വന്ന സംശയങ്ങൾ ദൂരീകരിക്കാൻ സർക്കാരിനും തുല്യമായ ബാധ്യതയുണ്ട്. പുകമറകൾ സൃഷ്ടിക്കുന്ന രാഷ്ട്രീയ തന്ത്രങ്ങൾക്കപ്പുറം സത്യാവസ്ഥ ജനങ്ങൾക്ക് മുന്നിൽ വരിക എന്നതാണ് പ്രധാനം. കേവലമായ കക്ഷി രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറം നിയമസഭയുടെ പരമാധികാരവും ചട്ടങ്ങളും ഉയർത്തിപ്പിടിക്കാൻ ഭരണ പ്രതിപക്ഷ ഭേദമന്യേ എല്ലാ ജനപ്രതിനിധികളും ബാധ്യസ്ഥരാണ്. സഭയ്ക്കുള്ളിലെ ആരോഗ്യകരമായ സംവാദങ്ങളും വിമർശനങ്ങളുമാണ് നാടിന്റെ വികസനത്തിന് വഴിയൊരുക്കേണ്ടത്. രാഷ്ട്രീയ മുതലെടുപ്പുകൾക്കായി നിയമസഭയെ ഉപയോഗിക്കുന്നത് ജനാധിപത്യത്തിന്റെ അന്തസ്സിന് കോട്ടം വരുത്തുന്നതിൽ തർക്കമില്ല. സംസ്ഥാനത്തിന്റെ നയപരമായ തീരുമാനങ്ങളും അതിനെ ചൊല്ലി നിയമസഭയിൽ അരങ്ങേറുന്ന ഇത്തരം സങ്കീർണമായ രാഷ്ട്രീയ പ്രതിസന്ധികളും ഓരോ പൗരനും കൃത്യമായി വിലയിരുത്തേണ്ടതുണ്ട്. ജനാധിപത്യ മൂല്യങ്ങളെയും നിയമനിർമ്മാണ പ്രക്രിയകളെയും ബാധിക്കുന്ന ഇത്തരം വിഷയങ്ങളിൽ കൃത്യമായ രാഷ്ട്രീയ ബോധ്യം പുലർത്തുക എന്നത് ഒരു പ്രബുദ്ധ സമൂഹത്തിന്റെ ലക്ഷണമാണ്. ഈ രാഷ്ട്രീയ സംഭവ വികാസങ്ങളെയും സഭാരേഖകൾ നീക്കം ചെയ്യാനുള്ള ഭരണപക്ഷത്തിന്റെ നീക്കത്തെയും പ്രതിപക്ഷത്തിന്റെ അഴിമതി ആരോപണത്തെയും നിങ്ങൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്?